വിവാഹം താല്പര്യമില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടില്ലേ? അവരെ ഉപദേശിക്കാനും കുറ്റപ്പെടുത്താനും ഒത്തിരി പേരുണ്ടാവും. ഞാനും അതിന് ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരമ്മ തന്റെ കുട്ടി വിവാഹം വേണ്ട എന്ന് പറഞ്ഞതിന് കുറ്റപ്പെടുത്തുന്നത് കണ്ട് വിഷമം തോന്നി. എല്ലാ കുടുംബത്തിലും കാണും ഇതുപോലെ ഒരെണ്ണം. കുടുംബത്തിന്റെ പേര് കളയാൻ ഇങ്ങനെ ഒരൊറ്റ ഒരെണ്ണം മതി. പറയരുത്. രണ്ടു കുടുംബങ്ങൾ എങ്ങനെയെങ്കിലും ചേർത്ത് വെക്കുന്ന പ്രോസസ് അല്ല വിവാഹം. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പറ്റുന്ന രണ്ട് വ്യക്തികൾ അവരൊന്നിച്ച് ഒരു പുതിയ കുടുംബം ഉണ്ടാക്കിയെടുക്കുന്നതാണ് വിവാഹം. മറ്റെന്തിനേക്കാളും മനസ്സുകൊണ്ടുള്ള അടുപ്പമാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വിവാഹം കഴിച്ച് രണ്ടുപേരുടെയും ജീവിതം കളയുന്നതല്ല അത്. എന്താണ് അവരങ്ങനെ പറയാൻ കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരോട് ചോദിച്ചിട്ടുണ്ടോ? അവർ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ അനുഭവിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഭയമാവാം അതിന് കാരണം. തനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന ഭയം. ഈ ഭയത്തിന് ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസവുമില്ല. എന്റെ അമ്മയ്ക്ക് നല്ല ഭർത്താവിനെ കിട്ടി, എന്റെ അപ്പന് നല്ല ഭാര്യയെ കിട്ടി, ഇതുപോലെ എനിക്ക് ലഭിക്കുമെന്ന് എന്താ അച്ഛാ ഉറപ്പ് എന്ന് ചോദിക്കുന്നവരുണ്ട്. നേരെ തിരിച്ച് എന്റെ അമ്മയ്ക്ക് കിട്ടിയ പോലെ ഒരാളാണെങ്കിൽ, എന്റെ അപ്പന് കിട്ടിയ പോലെ ഒരാളാണെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്നവരുമുണ്ട്. ഈ കുഞ്ഞുങ്ങളോട് നാം എന്താണ് പറയുക? നമ്മെ വിധിക്കാതെ നമ്മുടെ എല്ലാ വൈബുകൾക്കും കൂടെ നിൽക്കുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, എല്ലാ തല്ലുകൊള്ളിത്തരങ്ങൾക്കും കൂടെ നിൽക്കുന്ന, നമ്മുടെ അപ്പനെയും അമ്മയെയും സ്വന്തം അപ്പനെയും അമ്മയും പോലെ നോക്കുന്ന ഒരാൾ കടന്നു വന്നാൽ ആരാണ് വിവാഹത്തിന് സമ്മതിക്കാത്തത്? വിവാഹം ഒരു ബാധ്യതയോ ഭാരമോ ആവരുത്. അതൊരു ആഘോഷമാവണം. അവിടെ ജീവിക്കാൻ തന്നെ കൊതിയുണ്ടാവും. ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെയാണെന്ന് സ്വയം ചിന്തിക്കേണ്ട സമയമാണിത്. വിശുദ്ധ ഗ്രന്ഥത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം. കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. വാർദ്ധക്യത്തിനും രോഗത്തിനും സൗന്ദര്യത്തിനുമപ്പുറം നിന്നെ സ്നേഹിക്കുന്ന ഒരാൾക്കായി കാത്തിരിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളും പ്രാർത്ഥിക്കാം.